ഇതിനാണോ മണറ് പറയുന്നത്? ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ചക്കി നമ്മുടെ ഞാൻ വെറുതെ ഇരിക്കുമ്പോ പാടിയതാണ് മോളെ. ഏതായാലും പാട്ട് നല്ല രസമുണ്ട് വെച്ചാ. നീ എവിടെ പോന്നു മോളെ? തേങ്ങ വീട്ടുണ്ടോക്കെ പറമ്പിലേക്ക് പോയിരുന്നു. അതിന്റെ മുകളിൽ കൊട്ടത്തേങ്ങ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കിട്ട് വരട്ടെ. തേന്റെ മുകളിൽ തേങ്ങയുണ്ട്, പറിക്കാൻ ആരെയും കിട്ടുന്നില്ലല്ലോ. നാരട്ടൻ തേമക്കറാൻ പഠിക്കാനിട്ടല്ലേ. തേമിൽ എത്ര തേങ്ങയുണ്ട്? ആണുങ്ങളായിട്ട് 2 ആളുണ്ട് ഇടാ. ഈ കൊരങ്ങന്മാരെ കൊണ്ട് എന്തൊരു ശല്യാന്ന്. ഇളനീരെന്നെ പറിച്ചിട്ടിട്ടൊക്കറാ തോട്ടിലേക്ക് എറിഞ്ഞിന്. എന്നാ അത് തിന്നുവാ. അതുമില്ല. കൊട്ടത്തേങ്ങ ഇതൊന്നും ആക്കിയിട്ടാ. 2 തേങ്ങ കിട്ടി. 2 ഇളനീരാന്ന് തോട്ടിലേക്ക് പറിച്ചിട്ട്. നോക്കട്ടെ നല്ലതാണോ. കൂടെ ഇറങ്ങണ്ടിപ്പം. എന്നാ തിന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു. ഒന്നിതാ കടിച്ചിട്ട് അതിന്റെ ഇറുക്കി വലിച്ചിട്ടേ ചേരി വലിച്ചിട്ട് ആടിയിരുന്നു. അത് വേണ്ട, ഞാനത് എടുക്കൂല. അത് നാളെ വന്നിട്ട് തന്നോട്ട്. 5 എണ്ണ ഇല്ല, 5 എണ്ണം. എന്തായാലും ഇതിനൊന്നും പരിക്കൊന്നും പറ്റിയിട്ട് ഇതെടുക്കാം. ഇവളെന്നാ പണി നടക്കുന്നത്? തേങ്ങ ഉറക്കല ഇളനീരം കിട്ടീനാ. അതങ്ങനെ വന്നു. നിങ്ങളെ കുറെ സുഹൃത്തുക്കളൊന്നും തേങ്ങ ഇളനീരല്ലേ പറിച്ചിട്ട് ചോദിച്ചു. ഇത് പറിച്ചിട്ടാന്ന് അറിയില്ല. ഇളനീര് പറിച്ചിട്ട് 2 എണ്ണം. അതൊന്ന് തോട്ടിലതാ എന്റെ ചെകരിയിലും വലിച്ചിട്ടിട്ട് ഞാൻ എടുത്തിട്ടത്. അതാരിപ്പോ ഫ്രണ്ട്. ഞാനറിയാതെ ഒരു ഫ്രണ്ട് തേങ്ങ പറിക്കുന്നേ. പനങ്ങന്മാരായിരിക്കുമല്ലേ. കൊറേ നാളായില്ല അവര് ഇവിടെ തന്നെ. പറിക്കട്ടെ, പിന്നെന്താ വേണ്ടി അവർക്കും തിന്നണ്ടേ. എന്റെ മാത്രം ഫ്രണ്ടല്ലോ കേട്ടാ, നിന്റെ ഫ്രണ്ട് ആവും. അതെല്ലാം പോട്ടെ, എന്നാ കുട്ടീനെ മീൻ. പിന്നെ മീൻ കിട്ടീറ്റ ഞണ്ട കിട്ടി. ഞണ്ട് വലിയ ഞണ്ടാവും. അടിപൊളി സാധനമാവും. എന്നാ നടക്ക് വാ. ഇത് പിടിക്കടാ. ഇളനീരം കാണുന്നു. ഇളനീര് ഞാൻ പിടിക്കാം. ഇളനീര് ഞാൻ വീട്ടിൽ തരാം. ഇളനീര് ഞാൻ പിടിക്കാം. ഇളനീര് മാത്രം പിടിച്ചാ ഇളനീര് ഞാൻ പിടിക്കടോ. എന്റെ പറ്റൂല. എന്റെ ഫ്രണ്ട് പറിച്ചല്ലേ, അവകാശം. നിങ്ങളറിഞ്ഞ നിന്റെയും കൂടിയാണ്. നിന്റെയും കൂടി ഫ്രണ്ടാന്ന് പറഞ്ഞത്. എന്റെ ഫ്രണ്ട് കുറച്ച് എനക്ക് അവകാശം. എന്റെയും കൂടി ഫ്രണ്ട് അല്ലേ. എന്റെ ഫ്രണ്ട് എനക്ക് കുറച്ചാണെങ്കിലോ. ഞാൻ നടക്ക്. നവല് കളിക്കാൻ പോയിനാ? നവല് പോയിട്ടാ. വെള്ളം കേറിയില്ലേ കണ്ടത്തില്ലേ? ഓൻ പോയിട്ടാ. തോട്ടം വെള്ളത്തിൽ കിടന്നെ ഒന്നും കഴിക്കാല്ല. ഇളനീര് നമ്മക്ക് 2 ആക്കൂല. നശൂനാ ചെത്തല്ല. മാറാം, അങ്ങോട്ട് മാറാം. ചള്ളാണ്, വെറും ചള്ളാണ്. വെള്ളം മാത്രമേ ഇല്ലു. നഷ്ടം കുടിക്കാനുണ്ട്. ആ പൊട്ടിപ്പോവും ചെയ്തു. അതിലൂടെ ഓള് വാട്ടർ ബോട്ടിലിന്റെ ഊരിക്കൊണ്ടിട്ട് കുടിക്കുന്നു. ഒന്നുമില്ല ഇല്ലോട്ടാ. കാടേ കേട്ടാ. എണ്ണം പഠിക്കാന്ന് 3 വലിയ ഞണ്ടന്നെ അല്ലേ. ആയി ഇത് ഫ്രീ ആയി തന്നെ ഈ സാധനം. കാലിലത് പറയുന്നില്ലല്ല. അവർ വെറുതെ തന്നേം പോരാ. നല്ല ഇറച്ചിയിലും ഞണ്ടാന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ കാലും കയ്യിലൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. വില്ല ഞണ്ട ചെറിയ ഞണ്ട പൊളിക്കാണിപ്പോ. അതെയാ, ഇത് ഉള്ളിൽ എന്തുണ്ട് നോക്കട്ടെ. ഇല്ലെന്നില്ല.
ഇതാ ഇതിനാണോ മണറ് പറയുന്നത്? ഇതാണ് സംഭവം. ഇതാണ് മാംസം ഉണ്ട് അല്ലേ? മാംസം കേട്ടോ ഇത്. ഇതൊന്നും ഒരാള് കളയൂല. അതാ എന്റെ അണറ് തോന്നുന്നു. ഇതേ കളയൂലോ? ഒന്നും കളയൂല. എന്നോട് ഒരിക്കൊരു ഫ്രണ്ട് പറഞ്ഞു ഒന്നും കളഞ്ഞു. ഏതായാലും ഇത് പൊളിക്കട്ടെ, പൊളിച്ചെടുക്കട്ടെ. പറ്റിയാലേ ഓല അങ്ങിപ്പെടുത്ത് വെക്കുക. 2 കഷ്ണം കേട്ടാ. അങ്ങനെ നമ്മുടെ ഞണ്ടെല്ലാം നല്ല വൃത്തി കഴുകിയിട്ട് അല്ലാതെ ഒരു ഞണ്ട് 2 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? കാല് തച്ച് പൊളിച്ച് തിന്നോ. അപ്പോൾ ഞണ്ടിലേക്ക് ഞണ്ട് കറിയിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ ഉള്ളി, നമ്മളിങ്ങോട്ട് ഉള്ളി എന്നാണ് പറയുന്നത് സവാളക്ക്. അതുപോലെ തന്നെ കറിവേപ്പിലയുണ്ട്, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക് അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഞണ്ട് കറി തയ്യാറാക്കാം. നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട്, ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ മതിയാ? വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിട്ട് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അടുത്ത നമ്മുടെ ഉള്ളി, സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് അപ്പോൾ ഇനി നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം മൂത്ത് വന്നു അല്ലേ? പിന്നെ ഇവിടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, മതി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അപ്പം നമ്മുടെ മസാല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി, അപ്പം നമ്മുടെ ഞണ്ട് കറിയിട്ട് ഓടുന്ന മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ചൂടുള്ള ഒഴിച്ചോ, കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഞണ്ട് ഇട്ട് കൊടുക്കാം. ഗ്രേവിയിൽ മുങ്ങിക്കിടക്കട്ടെ. അടിയെ ഒന്ന് ഇളക്കി ഉള്ളിയിൽ മേലെയാവും. അപ്പോൾ എന്തായി നോക്കട്ടെ, കുറച്ച് സമയമായി. ഞണ്ടെല്ലാം ബന്ധു അല്ലേ? അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കണേ. തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ വെച്ചാൽ അധികം തിളക്കാൻ പാടില്ല അല്ലേ? ചൂടായാൽ മതി. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഏകദേശമായി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. എടുത്തു വെക്കാം. വാങ്ങി വെക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ അത്താഴം കഴിക്കലായി. അപ്പോൾ നഷു കൂടി ഇരിക്കുന്നുണ്ട് അല്ല? നഷുവിന് ആദ്യം കൊടുക്കുക. നഷു നല്ലൊരു കഷ്ണം കൊടുത്തേ.
പക്ഷു കുറച്ച് ചാറും കൊടുക്കും. എന്താണേ ഉറപ്പുണ്ടല്ലേ പൊട്ടിക്കല്ലേ ഇതല്ലേ ഇത് മാംസം എടുത്തു. ഓക്കെ ഉണ്ടാ എന്താ ആര വെച്ച് നോക്കണ്ട. എന്നാ പിന്നെ ഞാനും കഴിക്കട്ട്. ആഷു രസമുണ്ട് പറഞ്ഞിട്ടുണ്ട്. നവലും രാതി ഒന്നിച്ചയിക്കും. അപ്പം നഷു ചക്ക തിന്നിട്ട ചക്കയും നമ്മുടെ എന്താ ഞണ്ട് കറിയിലെ ചാറും കൂട്ടി ചക്കക്ക് നല്ല ഇതാണ് കേട്ടോ ഞണ്ട് കറി. നമ്മളെ ചോറ് നല്ല എരിവുണ്ട്. അച്ഛന് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ഞണ്ട് പൊട്ടിച്ച് തിന്നാ മതി. ചിക്കൻ പൊട്ടിക്കാൻ പണിയില്ല, ഞണ്ട് പൊട്ടിക്കാൻ പണിയുണ്ട്. ഏതാ ചോറിൻ്റെ അപ്പുറം കുറച്ച് ചക്കയും കൂടി ഇടാം. ഇത് മിക്സ് ആക്കിയിട്ട് അപ്പം ഇപ്പത്തെ കറിയോ ഞണ്ട് കറി ഉണ്ടായി. പിന്നെ ഇപ്പോഴത്തെ കറിയോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നാലും പരിപ്പും വെള്ളരിക്കും കുറച്ച് ഞണ്ട് കറി കുറച്ച് ചക്കി ഉള്ളിൽ മിക്സ് ആക്കി കഴിക്കാം. എരിവിൻ്റെ കറി എപ്പോഴും പരിപ്പ് കറിയാകുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പരിപ്പ് കറിയും കൂടി കൂടുമ്പോൾ ഒരു മാംസം ഉണ്ട് അത്ര. പിന്നെ പിന്നെ ഞാൻ നഷു ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടാ. നഷു താത്ത ഓക്കെ. ഞണ്ട് പൊട്ടിച്ച് തിന്നാൽ ഭയങ്കര പണിയാണ്.